நமஸ்காரம் பண்ணிக்கோ. உஷா, நீ கிளாஸ் எடு, நான் இதோ வரேன். என்னடா பாக்குற? நான் பேனா எங்க வச்சு மறந்து எங்க போச்சு? பேனா மெத்தைக்கு கீழே. அல்ல, நான் அங்க. அனந்து, எங்கடா பார்த்து நடக்கிற? இல்ல தாத்தா, ஒண்ணும் ஆகல. புரிஞ்சது புரிஞ்சது. நனைஞ்சு. நீ ஆபீஸ்க்கு கிளம்பு. சரிடா, நீ கிளம்பு. ഹലോ, കേരള ഭൂമി ന്യൂസ് റൂം. ആർക്ക്? മൂർത്തി സാറിനോ? എങ്ങനെ? എപ്പോൾ? ആ, ശരി ശരി. മൂർത്തി സാറിന് ആക്സിഡന്റ് ആയിരുന്നു. ജോസ് ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ടെമ്പോ വാൻ വന്നിടിച്ചാണത്രേ. ഇത്ര രാവിലെ ആവുമ്പോ അതാകാൻ വഴിയില്ല. ചിലപ്പോ ടെമ്പോ ഡ്രൈവർ അടിച്ച് ഫിറ്റായാലും മതിയല്ലോ. കിളക്കേണ്ട തിരുനാവ് നടക്കി വെക്കി കുറച്ചു നേരം. ടെമ്പോക്കാരൻ നിർത്താതെ ഓടിച്ചു പോയിന്ന്. എന്നിട്ട് സാറിന് കൈക്കും കാലിലും നെറ്റിയിലും നല്ല മുറിവുണ്ട്. പക്ഷെ പേടിക്കാനില്ലത്രേ. ഒടിവ് വല്ലതുണ്ടോ? എന്നാലും നല്ല കിണ്ണൻ ഇടിയായിരുന്നിരിക്കും. മൂക്കറ്റം കുടിച്ച് പിമ്പിരിയായി ഫുൾ ടാങ്കില് MG റോഡല്ല, ബോംബെയിലെ നരിമാൻ പോയിന്റും ഡൽഹിയിലെ കൊണാട്ട് സർക്കസും കൽക്കട്ടയിലെ എസ്പ്ലനേഡും 100 വട്ടം പുല്ലുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടെമ്പോവൻ പോയിട്ട് ഒരു സൈക്കിൾ പോലും എന്റെ മേൽ മുട്ടിയിട്ടില്ല. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി. അതെ, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് കരുതി സമാധാനിക്കും മൂർത്തി സാറേ. എവിടെ നമ്മുടെ തരകനെ കണ്ടില്ലല്ലോ? വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് പോരായിരുന്നു. ഡെസ്കിൽ ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഡെസ്കിൽ തരകൻ മാത്രമായാല് നാളത്തെ പത്രം മുഴുവൻ ചരമവാർത്തകളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും തിരിച്ചല്ലേ? അധികം സ്ട്രെയിൻ ചെയ്യണ്ട. നെറ്റിയിലെ മുറിവ് ഡീപ്പാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അനന്തു പ്രസ് ക്ലബിലേക്കല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കോളേജിലെ അറ്റൻഡർ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇവളൊരു കഴുത. അങ്ങനെ സ്ഥലം കാലിയാക്കാൻ മൂർത്തി ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ എത്തിക്കേണ്ടവന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അച്ഛനെല്ലാം തമാശയാണ്. മീനു വിഷമിക്കണ്ട, ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിരുന്നു. പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. മീനോട് ഒറ്റയ്ക്കല്ലേ, പകല് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് ഉഷ ഇങ്ങോട്ട് അയക്കാം. നോ, ഇവിടെ മീനു തന്നെ അധികമാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. താങ്ക്സ്. എക്സ്ക്യൂസ് മീ. ഹലോ മാഡം, എപ്പോ വന്നു? ഓ, നിങ്ങളോ? ഞാൻ പെട്ടെന്നൊരു പേഴ്സണൽ വിസിറ്റിന് വന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക്. എത്ര ദിവസം ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല. മേ ബി 1 day. ഞാൻ ബന്ധപ്പെടാം മിസ്റ്റർ അനന്തുനെ. അല്ല, ഞാനൊന്ന് കാണാനായിട്ട് അങ്ങോട്ട്. അനന്തു, ഹൈക്കമ്മീഷൻ വന്നു, മീറ്റിംഗ് തുടങ്ങാറായി. I stand here before you, assigned with the pleasant and privileged responsibility of welcoming Dr. Rafael D. Saraf, the Australian High Commissioner to India, and respected Mrs. Helena Saraf. Dr. Saraf has had a meritorious and illustrious career and has made immense contributions in developing and increasing diplomatic and cultural ties with many other countries in the world. It is indeed in the fittest of things that Australia has selected Dr. Rafael Saraf as the High Commissioner to India because... Hello. I'm Gayatri. യെസ് മാഡം. എനിക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം. ഞാനിവിടെ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണറുടെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നതാ. അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ? നോ, പോരാ. ഐ മസ്റ്റ് മീറ്റ് യു അർജന്റ്ലി. പ്ലീസ്, എനിക്ക് വല്ലാത്ത തിടുക്കുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. It is indeed heartening that Kerala has a
ഹൈക്കമ്മീഷണറുടെ പ്രസംഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് എടുക്കില്ല. 10 മിനിറ്റ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വിട്ട് കിട്ടാൻ എടുക്കും അത്രയും നേരം. പിന്നെ ആശംസക്കാർ 4 പേര് വേറെ. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് സാഹിബിന് നാമനക്കാൻ ചാൻസ് കിട്ടും. ഞാൻ ഉടനെ വരാം. ശരി. യെസ്, വരൂ, ഇരിക്കൂ. ഈശ്വരനാണ് ഇന്ന് അനന്തുവിനെ എന്റെ മുമ്പിൽ എത്തിച്ചത്. എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ വെമ്പുന്ന മനസ്സുമായി ഓടി വന്ന ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതണം. ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഗായത്രിയെ കുറിച്ച്. മാഡം, ആ, എനിക്കൊരാളുടെ കപടമുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാനുണ്ട്. മറ്റാരുടേതുമല്ല, എന്റെ തന്നെ. പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി. നോ, മിസ്സിസ് ഗായത്രി സുദേവൻ. ലോകം എന്നെ അംഗീകരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വിവാഹിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി കഴിഞ്ഞിരുന്നു. സമ്പന്നമായൊരു കോവിലകത്താണ് ഞാൻ ജനിച്ചത്. ഇഷ്ടപ്പെട്ട അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ കോവിലകത്തിന്റെ വാതിലുകൾ എന്റെ നേർക്ക് കൊട്ടിയടച്ചു. വെറുമൊരു ഫാക്ടറി തൊഴിലാളിയാകേണ്ടി വന്ന ഭർത്താവ് രോഗിയായി തളർന്നു വീണപ്പോ അദ്ദേഹത്തിനും 3 വയസ്സുള്ള കുഞ്ഞിനും വേണ്ടി പണ്ടണിഞ്ഞിരുന്ന കാൽച്ചിലങ്കകൾ വീണ്ടും എടുത്തണിഞ്ഞു. നൃത്തപരിപാടികളിൽ നിന്നുള്ള വരുമാനം മാത്രമായി ആശ്രയം. അതിനിടയിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരുകയായിരുന്നു. അദ്ദേഹത്തിന് ചിലവേറിയ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു. പണം സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു സ്വകാര്യ നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണേണ്ടി വന്നത് ആ മൃതശരീരമായിരുന്നു. സ്വാഭാവിക മരണമല്ല, ആത്മഹത്യ. എന്നെ തോൽപ്പിക്കാൻ. പക്ഷെ ഗായത്രി തോറ്റില്ല. എന്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണമായിരുന്നു. എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. നൃത്തകലയെ സ്നേഹിക്കുന്ന ഒരു കോടീശ്വരൻ. അയാൾ എന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി ദേവിയാക്കി. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില. ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അയാൾ എന്നെ പല ഉന്നതന്മാർക്കും കാഴ്ചവെച്ചു. അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി 10 മുഖങ്ങളും 10,000 കൈകളുമുള്ള ആ മനുഷ്യന്റെ ഞാൻ അറിയുന്ന പേര് റാംജി എന്നായിരുന്നു. റാംജി? അതെ അനന്തു, എന്റെ ജീവിതം തുറന്നു കാട്ടുന്നതിലൂടെ എനിക്ക് ആ മനുഷ്യന്റെ മുഖം മൂടിയാണ് പിച്ചി ചീന്തേണ്ടത്. പറയൂ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവുമോ? ഇറ്റ് ഡിപ്പെൻഡ്സ്. റാംജി അയാൾ ആരും ആകട്ടെ, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ക്യാരക്ടർ അസാസിനേഷന് നിങ്ങൾ എന്നെ ഒരു ഉപകരണമാക്കുകയല്ലെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും? സ്റ്റോപ്പ് ഇറ്റ്. ഉപകരണമാക്കുകയോ? ഒരായുസ് മുഴുവൻ അയാളുടെ കയ്യിൽ ഒരു ഉപകരണമായി എല്ലാം ഹോമിച്ചവളാണ് ഞാൻ. ഐ ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. സോറി, ഞാനൊരല്പം ക്ഷോഭിച്ചു പോയി. ശരിയാണ്, അനന്ത് ചോദിച്ച ചോദ്യം ന്യായമാണ്. ഐ ഹോവ് യു ആൻ ആൻസർ. അത് പറയാൻ എനിക്കൊരല്പം മനക്കരുത്ത് വേണം. ഡു യു ടേക്ക് ഡ്രിങ്ക്സ്? ഇല്ല. ബട്ട് ഐ നീഡ് വൺ വിത്ത് യുവർ പെർമിഷൻ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവി
മദ്യപിക്കുമായിരുന്നില്ല ഇല്ലേ? എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഒന്നു മാത്രമേ ആശിച്ചുള്ളൂ, എന്റെ കറുത്ത കഥകളൊന്നും അറിയാതെ ഇന്ദുമോൾ വളരണേന്ന്. ദൂരെ ഒരു കോൺവെന്റ് സ്കൂളിൽ ഞാൻ അവളെ ബോർഡിങ്ങിലാക്കി. എന്റെ മോള് മിടുക്കിയായിരുന്നു. 2 ആഴ്ച മുൻപ് എനിക്കൊരു ടെലിഗ്രാം കിട്ടി. കൂട്ടുകാരികളോടൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ എന്റെ ഇന്ദുമോൾ മുങ്ങി മരിച്ചു. ആശിക്കാൻ മാത്രമായിരുന്നു വിധി. ഞാൻ എന്നെ തന്നെ ശപിച്ചു. ബോംബെയിൽ തിരിച്ചെത്തിയതിൽ പിന്നെയാണ് എനിക്ക് ഈ കത്ത് കിട്ടിയത്. എന്റെ ഇന്ദുമോൾ മരിക്കുന്നതിന് മുൻപ് അവസാനമായി എനിക്ക് എഴുതിയ കത്ത്. എന്നെ നശിപ്പിച്ച, എന്റെ ജീവിതം ചവിട്ടി മെതിച്ച ആ മനുഷ്യൻ തന്നെ അവളെയും എന്റെ ഇന്ദുമോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇനി പറയൂ, അയാളോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ? മാഡം പറയുന്നത് ചിലപ്പോൾ ക്രൂരമായിരിക്കാം. എങ്കിലും സമൂഹത്തിൽ സർവ്വസാധാരണമായ ഒരു ദുരന്ത കഥ എന്നതിനപ്പുറം ഒരു പത്രപ്രവർത്തകന്റെ താല്പര്യമുണർത്താൻ പോകുന്ന സാമൂഹ്യ പ്രസക്തി ഇതിലെന്താണുള്ളത്? രാംജി പിന്നീട് പലതുമായി. ആ വളർച്ചയിൽ ഞാൻ അയാൾക്ക് വിലപിടിപ്പുള്ള ഉപകരണമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഉറക്കറ പങ്കിട്ട് അയാളുടെ ഇംഗിതത്തിന് എന്തും അടിയറ വയ്ക്കാൻ തയ്യാറായവരെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. മന്ത്രിമാർ, എംപിമാർ, MLA മാർ, IAS ഓഫീസേഴ്സ്. അയാളുടെ താളത്തിന് തുള്ളി ആ കോമരങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വായനക്കാരി ഞെട്ടും. Now tell me, ഇത് മതിയോ നിങ്ങളിലെ ജേർണലിസ്റ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ? മൈ ഗോഡ്. മദ്യത്തിന്റെ ലഹരിയിൽ അവരറിയാതെ ഈ നിമിഷങ്ങളെ ഫോട്ടോയിൽ പകർത്തിയത് രാംജിയുടെ ദീർഘവീക്ഷണത്തിന്റെ മിടുക്ക്. അവയുടെ കോപ്പി കൈവശം സൂക്ഷിച്ചത് എന്റെയും. കീപ് ദം വിത്ത് യു. എന്റെ കൈവശം ഇവയൊന്നും ഇനി സുരക്ഷിതമല്ല. ഐ നീഡ് യുവർ ഹെൽപ്പ് അനന്തു. എനിക്കൊരു 1/2 മണിക്കൂർ സമയം തരണം. താഴത്തെ ആ ഫംഗ്ഷൻ ഒന്ന് കവർ ചെയ്തു എന്ന് വരുത്തി ഞാൻ തിരിച്ചു വരാം. എനിക്കിനി ഒരുപാട് പറയാനുണ്ട്. എല്ലാം എനിക്ക് വിശദമായി കുറിച്ചെടുക്കണം. ധൈര്യമായിരിക്കൂ. ഈ പൊയ്മുഖങ്ങളെ വലിച്ചു ചീന്താൻ ഞാനും ഉണ്ട് കൂടെ. ഉടനെ വരാം ഞാൻ, അറ്റ് ദി ഏർലിയസ്റ്റ്. അനന്തു, കം ബാക്ക് ആസ് സൂൺ ആസ് യു ക്യാൻ. അതുവരെ 2 പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിന് വേണ്ടി. രാംജിയുടെ രീതികൾ എനിക്കറിയാം. ഈ ചുമരുകൾക്ക് പോലും കാതുകളുണ്ടാവും. ഒന്നും അയാൾക്ക് അസാധ്യമല്ല. One good example is marine trade. I am overwhelmed by the response we have had in this country, and I assure you that I will endeavor my best to promote closer economic and cultural ties between our countries. I once again thank you for this opportunity and wish you all success. Thank you. കോക്ടെയിലും ഡിന്നറും ഉണ്ട്. ഞാൻ അപ്പോഴേക്കും എത്താം.
മിസ് ഗായത്രി ദേവി മാഡം ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തെന്നോ? യെസ്, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. മിസ് ഗായത്രി ദേവി ഷീ ഹാസ് ജസ്റ്റ് നോ ചെക്ക് ഔട്ട്. എവിടേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞോ? ഷീ ഹാസ് ടു ലീവ് അർജന്റ്ലി. യുവർ ഗുഡ് നെയിം സർ? ഐ എം അനന്തു. ഓ, ഷീ ഹാസ് ലെഫ്റ്റ് എ മെസ്സേജ് ഫോർ യു. രണ്ടുപേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിന് വേണ്ടി. ഒന്ന് വെയിറ്റ് ചെയ്യണം. ശരിക്കും മഴ വരേണ്ട സമയത്ത് നോക്കിക്കോ, ഒരു തുള്ളി പെയ്യേയില്ല. മനുഷ്യരുടെ മാത്രമല്ല മാധവേട്ട, പ്രകൃതിയുടെ നിറവ് തെറ്റി. ഇതാ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറുടെ ഫംഗ്ഷന്റെ റിപ്പോർട്ടാ. കൂട്ടത്തിലൊരു ഫോട്ടോയും കൂടെ കൊടുത്തേക്കണേ, ഇല്ലെങ്കിൽ ആ ചേംബറുകാർ കിടന്ന് നിലവിളിക്കും. അല്ല, മാധവേട്ടൻ എന്താ പതിവില്ലാതെ നൈറ്റ് ഷിഫ്റ്റില്? ഇന്നൊരു ദിവസത്തേക്ക് ചോദിച്ചു വാങ്ങിയതാടു. രാത്രി മേലിൽ കണ്ണൂര് പോകണം. അത്ലറ്റിക് മീറ്റ് കവർ ചെയ്യാനുള്ളതല്ലേ. ഇവിടെ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ട്രെയിൻ ടൈം കറക്റ്റ് ആയിരിക്കും. കായികോത്സവത്തിന് പറ്റിയ കാലാവസ്ഥ തന്നെ. ചെല്ല് ചെല്ല്. അനന്തുവിന്റെ മുഖം എന്താ വല്ലാതെ? ഏയ് ഒന്നുമില്ല, പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. വരട്ടെ. ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ. എന്താ ഒരു ആക്സിഡന്റ് പറ്റി, അയാൾ ഹോസ്പിറ്റലിൽ ഞാൻ ഓട്ടം പോവാ. പ്ലീസ്, അയാളൊന്ന് ഹോസ്പിറ്റലാക്കണം. സാറേ സാറേ, ഒന്ന് ഇറങ്ങി എന്നിട്ട് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഒരു ജീവനല്ലേ ഈ മഴയത്ത് അയ്യോ, ആ ഫോട്ടോഗ്രാഫ്. ഓട്ടോ ഓട്ടോ നിർത്താൻ. പോലീസ് കൺട്രോൾ റൂം. ഞാൻ കേരളഭൂമി റിപ്പോർട്ടറാ. എന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഒരു ഓട്ടോറിക്ഷയിൽ വെച്ച് മിസ്സായി. അത് ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. നമ്പർ നോക്കാൻ വിട്ടുപോയി. സോറി. அண்ணா அண்ணா இங்க பாருண்ணா, என்ன? நம்ம காயத்ரி தேவி ரோடு ஆக்சிடென்ட்ல இறந்துட்டாங்க. ഹലോ, മെഡിക്കൽ കോളേജ് അല്ലേ? ഇത് എറണാകുളത്ത് കേരളഭൂമിയിൽ നിന്നാണ്. ആ, പത്മശ്രീ ഗായത്രി ദേവിയുടെ ഡെഡ് ബോഡി ഇന്നലെ അവിടെ കൊണ്ടുവന്നിരുന്നില്ലേ? രാത്രി തന്നെ? പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവിയുടെ മൃതദേഹം ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ 1 മണിക്കൂർ പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആഭ്യന്തരമന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു. നൃത്തകലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു ശ്രീമതി ഗായത്രി ദേവിയുടേതെന്നും അവരുടെ നിര്യാണത്തിലൂടെ ഇന്ത്യക്ക് മഹതിയായ ഒരു മരിച്ചത് ഒരു VIP ആണെങ്കിൽ സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ഏത് സമയത്തും പോസ്റ്റ്മോർട്ടം നടത്താം. ഫോർ എക്സാമ്പിൾ, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ വിതിൻ 1 hour പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ഡൽഹിക്ക് കൊണ്ടുപോയില്ലേ? പക്ഷേ ഒരു പ്രൈം മിനിസ്റ്ററുടെ കാര്യത്തിൽ കാണിക്കുന്ന അതേ ഏർജൻസി ഒരു ഡാൻസറായ മിസ് ഗായത്രി ദേവിയുടെ കാര്യത്തിൽ കാണിക്കുമ്പോ അത് വല്ലാത്ത സംശയം ജനിപ്പിക്കുന്നു സാർ. ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് യു പ്രസ് പീപ്പിൾ. എന്ത് കണ്ടാലും അതിന്റെ ആവശ്യമില്ലാത്ത കുനിഷ്ഠവശം മാത്രം ആലോചിക്കും. സോറി സർ, സോറി ഫോർ ബോദറിംഗ് യു ആൻഡ് താങ്ക്സ്. സാറ് ഉറക്കമാണ്? നെറ്റിയിലെ മുറിവിന് വല്ലാതെ വേദനയുണ്ടെന്ന് പറഞ്ഞ് വെള്ളം വെച്ചപ്പോ ഡോക്ടർ ഒരു സെഡറ്റീവ് കൊടുത്തു. 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ. ഗായത്രി ദേവിയുടെ മരണം എന്ത് കഷ്ടമായില്ലേ. എന്തൊരു ഗ്രേസ് ആയിരുന്നു അവരുടെ മൂവ്മെന്റിന്. ടിവിയിൽ കണ്ടിട്ടേ ഉള്ളൂ. എന്നാലും അവരെ കാണാനും അടുത്ത് പരിചയപ്പെടാനും കഴിഞ്ഞല്ലോ.
യു ആർ ലക്കി. അതെ, ഭാഗ്യം. ഈ മുറിയിൽ ആരാ മിസ്റ്റർ അനന്തു? ഞാന്. നിങ്ങൾക്കൊരു ഫോണുണ്ട്. യെസ്, അനന്തു ഹിയർ. അങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കുക, ഇങ്ങോട്ടൊന്നും പറയണമെന്നില്ല. നിങ്ങൾ ആരാ? ഇന്നലെ സന്ധ്യയ്ക്ക് നിങ്ങൾ ഗായത്രി ദേവിയെ കണ്ടിരുന്നു. അവൾ നിങ്ങളോട് കുറെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ചില ഫോട്ടോഗ്രാഫ്സ് തന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഗായത്രി ദേവി മരണമടഞ്ഞു. വെൽ മിസ്റ്റർ അനന്തു, നിങ്ങളുടെ ഊഹം ശരിയാണ്. അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. ഗായത്രി കൊല്ലപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ ആരാണ്? റാംജി? ആ പേരിലാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയതെങ്കിൽ സോ ബി ഇറ്റ്. ഗായത്രിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം നിങ്ങളുടെ ഓരോ ചലനവും ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? യെസ്, ലെറ്റ് us come to the point. ആ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് തിരിച്ചു തരിക. അതിനാ ഫോട്ടോഗ്രാഫ്സ്? കട്ട് ദ ബുൾഷിറ്റ് മിസ്റ്റർ ആനന്ദു. പത്രക്കാരന്റെ ഭാവനയും ബുദ്ധിയും എന്റെ അടുത്ത് വേണ്ട. ഹലോ, സോറി, ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ചേ പറ്റൂ. എഴുതുവാൻ ഉപയോഗിക്കുന്ന വലതുകൈയിലെ വിരലുകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പിൾ ഡോസ് മാത്രമാണ്. அனந்து சொன்னேனே இன்னைக்கு நான் ஆபீஸ் போக வேண்டான்னு. உடம்பு சுடுதுமா? சூடு கீடு ஒண்ணும் இல்ல. மூர்த்தி சார் லீவ் ஆக்கும், நிறைய வேலை இருக்குமா. ஏண்டா இப்படி கவனிக்காம காரோட டோர்ல கை வைக்கிற? ஏதாவது ஆச்சுன்னா? சரி, இப்போ ஒண்ணும் ஆகலையே, அந்த விஷயத்தை விட்டுடு. அனந்து, என்னம்மா? உஷாவுக்கு கல்யாண ட்ரெஸ் நாளைக்கு வாங்கலான்னு இருக்கேன். ஞாபகம் இருக்குமா? ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തു, 1 മിനിറ്റ്. അനന്തു, ഫോൺ. ഹലോ. നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്റെ പേര് ഫ്രെഡി. കുറച്ചു ദിവസം മുമ്പ് നിങ്ങളുടെ പത്രത്തിൽ ഒരു വസ്തു ഇടപാടിനെ സംബന്ധിച്ച സ്കാൻഡൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ? എനിക്ക് അതേക്കുറിച്ച് ചില വിവരങ്ങൾ കൂടുതലായി തരാൻ കഴിയും. ഞാൻ ആദ്യം മിസ്റ്റർ മൂർത്തിയാണ് അന്വേഷിച്ചത്. പിന്നീടാണ് നിങ്ങളായിരുന്നു ആ സ്കൂപ്പിന്റെ പിന്നിലെന്ന് അറിഞ്ഞത്. പറയൂ. ഫോണിലൂടെ പറയാവുന്ന കാര്യങ്ങളല്ലല്ലോ. ഞാനിവിടെ കൊച്ചിൻ ടവറിൽ 612 നമ്പർ റൂമിൽ നിന്നാണ്. നമ്മൾ തമ്മിൽ കുറച്ചു നേരം ഇരുന്നാൽ perhaps it can lead you to a bigger scope. Can you come down? എപ്പോ? Right now. എനിക്ക് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ മടങ്ങണം. ഞാനിതാ വരുന്നു. മിസ്റ്റർ ഫ്രെഡി, 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 മിസ്റ്റർ ഫ്രെഡി, ഹലോ. അനന്തു, ഫ്രെഡിയെ കാണാൻ ഓടിയെത്തിയത് വെറുതെ ആയെന്ന് നിരാശയിലാവും. ഒരു ജേർണലിസ്റ്റിനെ കുരുക്കുവാൻ ഏറ്റവും നല്ല കൊളുത്താണ് എന്നും ഒരു സ്കൂപ്പിനുള്ള ചാൻസ്. എന്റെ ഊഹം തെറ്റിയില്ല.
എനിക്കാവശ്യം നിങ്ങളുടെ ഉത്തരമാണ്. ആ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നുവോ അതോ? ഞാൻ പറഞ്ഞല്ലോ സാർ, അതെന്റെ കയ്യിലില്ലെന്ന്. നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു റാസ്കൽ. തനിക്ക് എന്ത് പറ്റിയിടൂ? ഫുട്പാത്തിൽ കാനയുടെ സ്ലാബ് ഇളകി കിടന്നത് കണ്ടില്ല, ഒന്ന് വീണു. വല്ലയിടത്തും വായി നോക്കി നടന്നാൽ ഇങ്ങനെ ഇരിക്കും ഫലം. ലെമിനോ അല്ല മീനു, നമ്മുടെ ഫ്രൂട്ട്സിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുക. മോള് പോയി കുറച്ചെന്തെങ്കിലും വാങ്ങുക. അതുവരെ അച്ഛനെ കമ്പനിക്ക് ആളുണ്ടല്ലോ. സ്ലാബ് തെറ്റിക്കിടന്ന് കാനയിൽ വീണാലുണ്ടാകാവുന്ന പരുവമല്ലെന്ന് കണ്ടാലറിയാം. എന്താണെന്തു പ്രശ്നം? ടെൽ മീ. പറയാം സാർ, പറയാനാണ് വന്നത്. എന്താ സാർ? ആരാ കസ്തൂരി അമ്മാൾ? ഞാനാണ്. ആരാ ഉഷ? ഇവളാണ്. ഇവിടെ മാറി നിൽക്കടി. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് വ്യഭിചാരശാല നടത്തുന്നോ? എന്നാ സാർ ഇപ്പടി சொல்றீங்க? ഇലക്കാണ്ട് മാറി നിൽക്കണോ? വേണ്ട കിഴവാ. ഇന്നെന്താടി ഇത്രേ ഉള്ളോ? ബാക്കിയുള്ളതെല്ലാം സർക്കുലേഷനിലായിരിക്കും. നീ നിന്റെ മോളും കുറെ കാലമായി ഈ തൊഴിലും കൊണ്ട് നടക്കുന്നു. പോലീസിന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നടക്കണേ. നടക്ക്. நீங்க வீடு மாறி வந்துட்டீங்க போல இருக்கு சார். கடவுளே, இது என்ன சோதனை இது சார்? என் பேத்தி கல்யாணம் நிச்சயம் பண்ணி வச்சிருக்கேன் சார். அவங்களை விட்டுருங்க. എന്നോട് മാറി നിൽക്കാനാണോ വന്നത്? അപ്പാ, താത്തയുടെ ഫോൺ വന്നു. ഉഷയെ അമ്മയും ക്ലാസ്സിലെ കുട്ടികളും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഏതോ ഫാൾസ് കംപ്ലൈന്റിന്റെ പേരില്. നിൽക്ക്. ഇത് കരുതിക്കുട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അനന്തു ഒറ്റയ്ക്കായാൽ പറ്റില്ല. സോറി. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അവിടെ ജാമ്യം അനുവദിച്ചാൽ കൂട്ടിക്കൊണ്ടു പോവാം. ഇവരോടൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു കുട്ടികൾ ഇപ്പോഴും ലോക്കപ്പിലുണ്ടോ? ഇല്ല. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അവരെങ്ങനെ പുറത്തുപോയി? അവരെ വിട്ടേക്കാൻ ഓർഡർ ഉണ്ടായിരുന്നു. ആരുടെ? കോടതിയുടെയോ അതോ മോളിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെയോ? മിസ്റ്റർ ഇൻസ്പെക്ടർ, മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്തുമാകട്ടെ, ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. കോടതി സമയം കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല. മനഃപൂർവ്വം നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് നാളെ കോടതി ഹാജരാക്കുമ്പോൾ വാദിച്ചാൽ മതി. വേണ്ട. ഈ നിമിഷം വരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാൽ അറ്റൻഡ് ചെയ്യാനും ജാമ്യം അനുവദിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അവിടെ കയറിയിട്ടാ ഞങ്ങൾ വരുന്നത്. സഹകരിച്ചാൽ, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങളെ മര്യാദയ്ക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല, അതിനും മുകളിൽ നിന്നുള്ള ഉത്തരവ് വന്നേ പറ്റൂന്നുണ്ടെങ്കിൽ തൊപ്പി തെറിക്കുമ്പോ മുകളിൽ നിന്ന് രക്ഷാദൂതന്മാർ ഇറങ്ങി വരുന്ന ചരിത്രം ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാന്ന് ഓർക്കുന്നത് നന്ന്.
കരയാൻ മാത്രം ഒന്നുമില്ല കാര്യം. നെഞ്ചേ വെടിച്ചിടുമ്പോൾ എടുത്ത് കാൽപ്പായ കടലാസില് ആര് കംപ്ലൈന്റ് എഴുതി കൊടുത്താലും പോലീസിന് ചോദ്യം ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ പുറകിൽ നിന്ന് തള്ളാൻ ആളുണ്ടാവുമ്പോ അവരുടെ രീതി കുറച്ച് ക്രൂരമാവും. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും അവരെ വെറുതെ വിട്ടുകൂടാ സർ. கஸ்தூரியும் உஷாவையும் எனக்கு நன்னா தெரியும். அவங்க நடத்த தவற மாட்டாங்க, அது எனக்கு சந்தேகமே இல்லை. ஆனா இவ்வளவு பேர் முன்னாடி போலீஸ் வந்து விபச்சார குத்தம் போட்டு அரெஸ்ட் பண்ணி தெருவோடு கொண்டு போன அப்புறம் ஊர் ஜனங்க வாயை கட்ட முடியுமா? நாளை இந்த கல்யாணத்துக்கு அப்புறம் ஒருவேளை மாப்பிளைக்கு இந்த விஷயத்தை தெரிஞ்சு இந்த பொண்ணையா என் தலையில் கட்டி வச்சுட்டேன்னு ஒரு கேள்வி கேட்டால் நாங்க என்ன பதில் சொல்றது? வைத்தி, நீ என்ன சொல்ற? மன்னிச்சிருக்கு, இந்த கல்யாண விஷயம் மறந்துடுறதுதான் நல்லதுன்னு நினைக்கிறேன். மாமா, இன்விடேஷன் கார்டை பிரிண்ட் பண்ணியாச்சு, கல்யாண புடவை கூட வாங்கியாச்சு. இப்ப வந்து இப்படி சொன்னா உஷாவுக்கு വേറെ വരില്ലെന്ന് വെച്ചുക്കോ. നോക്കൂ മിസ്റ്റർ വൈദ്യനാഥൻ, ഇതാരോ മനഃപൂർവ്വം നടത്തിയ ചതിയാണ്. അതാരായിരുന്നാലും മുഴുവൻ കളവാണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാം. അവർക്കെതിരെ നിയമ നടപടികളും എടുക്കാം. தாராளமாக எடுக்கலாம் சார். வேணும்னா டெஃபமேஷன் கேஸ் ஃபைல் பண்ணி டேமேஜஸ் கூட வாங்கலாம். ஆனா கல்யாணம் ஆகாத பொண்ணுக்கு போன மானம் ஒரு காலமும் திருப்பி வராது. പുറപ്പെടുന്ന ദിവസത്തെ മഴയുടെ തഞ്ചം കണ്ടപ്പോ മീറ്റ് ആകെ കുഴയൊന്ന് കരുതി. ഭാഗ്യത്തിന് പിന്നെ മഴയുണ്ടായില്ല. വന്നു വന്ന് മലബാറിൽ നിന്ന് പോലും ഇപ്പൊ നല്ല അലുവ കിട്ടില്ലെന്ന് ഉറപ്പായി. കൊള്ളില്ലെങ്കിൽ പിന്നെ വലിച്ചു വാരി തിന്നണ്ട. തിന്നുന്നില്ല പൊതിഞ്ഞുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ്. വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇത്ര ക്രൂരമായി വിധി തന്നോട് പെരുമാറാൻ എന്താ കാരണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആനന്ദ്. ഞാനന്ന് കണ്ണൂർക്ക് പോകുന്ന ദിവസം നൈറ്റ് ഷിഫ്റ്റ് ഇരുന്നില്ലേ? രാത്രി കുറെ കഴിഞ്ഞപ്പോ ഓട്ടോ ഡ്രൈവർ താനെന്തോ കവർ വണ്ടിയിൽ വെച്ച് മറന്നു, വീടറിയില്ലാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഞാനത് തന്നോട് പറയാൻ മറന്നു. ആ ഡ്രോയിൽ വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തുവോ? 1 മിനിറ്റ്. ഒറ്റ വാക്കിൽ ഒരു മറുപടിയാണ് എനിക്ക് ആവശ്യം. ആ ഫോട്ടോഗ്രാഫ്സ് ഇനിയെങ്കിലും എനിക്ക് തിരിച്ചു തരുന്നു. സേ യെസ് ഓർ നോ. നോ എന്നാണ് മറുപടിയെങ്കിൽ അറിയാം, നിങ്ങൾ എന്നെ നശിപ്പിക്കും. അനുഭവിച്ച് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്ത് വേദനയാണ്
എന്ത് യാതനയാണ് നിങ്ങൾക്ക് ഇനി എന്നിൽ ഏൽപ്പിക്കാൻ കഴിയുക? അനന്തു, എന്റെ ഉത്തരമല്ലേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ? ഹിയർ ഇറ്റ് ഇസ്. നോ, എ ബിഗ് എംഫാറ്റിക് നോ. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഫോട്ടോഗ്രാഫ്, അതെ, കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഗായത്രി ദേവി എന്നെ ഏൽപ്പിച്ചു പോയ നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വഴി തുറക്കുന്ന അതേ ഫോട്ടോഗ്രാഫ്സ് എന്റെ കൈവശമുണ്ട്. റൈറ്റ് നൗ അത് ഉപയോഗിച്ച് നിന്റെ ശവക്കുഴി ഞാൻ തോണ്ടും. വാച്ച് ആൻഡ് സീ. Miracles still happen, Anandu.